ശ്യാംരാജ്, ഇക്കാര്യത്തിൽ BJPക്കും കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് സ്വയം കോൺഗ്രസിൽ തന്നെ ചർച്ച ചെയ്ത് അവിടെ തന്നെ വിഴുപ്പലക്കിക്കൊണ്ട് ആണിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല എന്ന് കാട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം പോകുന്നത് ഒന്നും കണ്ടെത്താനാകാത്ത രീതിയിലേക്കാണ് എന്നുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലും രംഗത്തിറക്കിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ആണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭക്തനായി അവതരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ? ഇതിനകത്ത് BJPക്ക് ഒന്നും ചെയ്യാൻ വരേണ്ടതില്ല എന്നുള്ളതാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം വെച്ചാല്, നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ മുതൽ ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിന് ഇരയായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ബഹുഭൂരിപക്ഷം എന്ന് വരുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള, കേരളത്തിൽ ഒരു പീഡനങ്ങളും നടക്കാതിരിക്കട്ടെ, പക്ഷെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ടോട്ടലി കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനകത്ത് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പൊട്ടിത്തെറികളും ഈ പൊട്ടലുകളും ചീറ്റലുകളും എല്ലാം അവർക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ആദ്യം കാണുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഒരു ഓണാഘോഷത്തിന്റെ ഓണാശംസകളുടെ ഒരു പോസ്റ്റ് ഇടുന്നു, അതിന് വളരെ വലിയ രീതിയിലുള്ള റീച്ച് ഉണ്ടാവുന്നു. പിന്നീട് ഇവരുടെ ആളുകൾ തന്നെ ഇതിനെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പെയ്ഡാണ്, അതല്ലെങ്കിൽ ഇത് കരുതി കൂട്ടി ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജനസ്വാധീനവും ജനപിന്തുണയൊന്നും ഇടിഞ്ഞിട്ടില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പെയ്ഡ് പ്രൊമോഷന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നത്. ഇപ്പോ അതിനുശേഷം ഈ രാഹുലിന് അടക്കമുണ്ട്, രാഹുലിന്റെ ഷാഫിനെയും ഒക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന VD സതീശൻ ഇപ്പൊ തലവേദന ആയിരിക്കുകയാണ്. ഒരിക്കൽ തലയിൽ വെച്ച് നടന്നിരുന്ന പ്രതിപക്ഷ നേതാവിന് തന്നെ ഇപ്പോൾ തലവേദന ആയിക്കൊണ്ടിരിക്കലാണ്. ഇതൊക്കെ കാരണക്കാർ ഇവർ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിപ്പോ എത്ര ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. ഈ വിഷയത്തിനകത്ത് ഈ രാഹുലിനെതിരെയുള്ള കൃത്യവും വ്യക്തവുമായിട്ടുള്ള പരാതി ആദ്യം തന്നെ ലഭിച്ചിട്ടുള്ളവരിൽ ഒരാൾ ഈ VD സതീശനാണെന്നേ. പക്ഷെ ഇത് ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ വരം കൊടുത്ത് ഇവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടു നടന്നതിന്റെ ഫലമാണ് ഇപ്പൊ ഈ VD സതീശൻ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേ ഈ രാഹുൽ അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് തന്നെ ഈ പരാതികളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ട് നടപടിയെടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയം അല്ലെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് VD സതീശന്റെ സഹചാരികളായിരുന്നിട്ടുള്ള രാഹുലും അതോടൊപ്പം ഷാഫിയുമെല്ലാം ഇപ്പൊ മറുകണ്ഠം ചാടിയിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ സ്വയം കൃതാനാർത്ഥം സംഭവിച്ചത് തന്നെയാണ്. അതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പീഡകരെ സംരക്ഷിച്ചതിനുള്ള തിരിച്ചടി വിധി തന്നെ VD സതീശന് കൊടുത്തതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തതാണ് എന്നുള്ളതാണ് സത്യം. ഇനി ഇതെങ്ങനെയൊക്കെ മൂടി വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാലും പാർട്ടിക്കുള്ളിൽ വിഷയമില്ല, ഇത് ഏകകണ്ഠമായിട്ടെടുത്തൊരു തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ അങ്ങ് വിശ്വസിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നാളിതുവരെയായിട്ടുള്ള ചർച്ചകളും നാളിതുവരെയുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തുടക്കത്തിൽ ഈ രാഹുൽ അടക്കമുള്ള ആളുകളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഉണ്ടായിട്ടുള്ള കൂടുതലായിട്ടുള്ള പരാതികളും ഒക്കെ മറ്റു ചില കാരണങ്ങളും ഒക്കെ വന്നപ്പോൾ സതീശനും കൂട്ടർക്കും നടപടി എടുക്കേണ്ടി വന്നതാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ പാർട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷേ ഇവിടെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടല്ലോ, സർക്കാർ പെട്ടെന്ന് പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഏതാനും പരാതികൾ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ആ പരാതിയൊന്നും ഇതിൽ നേരിട്ടുള്ള ഇരകളുടെ പരാതികളല്ല, വെളിയിൽ നിന്നുള്ള ആളുകളാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ ഈ ഇര എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ആരും തയ്യാറായിട്ടില്ല എന്നത് ഈ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമായി മാറുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ രാഹുലിന് ഗുണകരമായി മാറുന്ന രീതിയിലേക്ക് പോകുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ മൊഴി വരണം, ഒരു മൊഴി വന്നിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത്, പക്ഷേ അതും ഒരു രഹസ്യമൊഴിയുടെ രൂപത്തിലേക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രാഹുൽ ഈ കേസ് അന്വേഷണത്തിൽ സേഫാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ഇനി അങ്ങോട്ട് ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു, അതിലെ സൈബർ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാണ് നടപടി വന്നത്, ഈ നടപടി എടുത്ത ആളുകൾക്ക് തന്നെ ഇപ്പോൾ ബോധ്യമായി കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞായി കഴിഞ്ഞു. അല്ല, അത് തന്നെ ഇതിനകത്ത് രണ്ടാമതൊരു സംശയം വരുന്ന അവിടെ ഇതിനകത്ത് സർക്കാരിന്റെ ആത്മാർത്ഥതയെ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഒരു അന്വേഷണം നടന്നുകൊണ്ട് തന്നെ ഇരിക്കലാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പുതിയ വാർത്തകൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ കൂടി വന്നുകൊണ്ടേ ഇരിക്കലാണ്. അതായത് രാഹുലിനെ വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം
ക്രൈംബ്രാഞ്ചിലൂടെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? കാരണം ഇത്ര വിവാദമായിട്ടുള്ള ഒരു വിഷയം നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു. കോൺഗ്രസിൽ അല്പമെങ്കിലും മാന്യതയുള്ള രാഹുലിന്റെ ഈ ചെയ്തികളെ എതിർക്കുന്ന ആളുകൾ പോലും പറയുന്നു നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇയാളുടെ പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരാരും പരാതിക്ക് തയ്യാറായിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഞാൻ വിചാരിക്കുന്നത് സർക്കാർ ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇടപെടുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ പരാതി ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന രാഹുലിനെയും കൂട്ടരെയും വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റു ചില സോഷ്യൽ മീഡിയ ജീവികളും നമ്മളോടൊപ്പം തന്നെ ചർച്ചയിലിരിക്കുന്ന ആളുകളൊക്കെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ഒരു കൊട്ടേഷൻ നിലവിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ആ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് സംശയിച്ചാലും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇതുവരെയുള്ള തുടക്കത്തിലുള്ള സർക്കാരിന്റെ നിലപാടുകള് ഇതുവരെയുള്ള നിലപാടുകള് ഒക്കെ കാണുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു സംശയം കൂടി വന്നു പോവുകയാണ്. കാരണം ആ ഒരു നമ്മൾ റെക്കോർഡിങ് കേട്ടല്ലോ, അത് തന്നെ എത്ര ദയനീയമായിട്ടാണ് ആ പെൺകുട്ടി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അൺഒഫീഷ്യലായിട്ട് പുറത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് ഇത്തരം ധാരാളമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ആരും ഇയാൾക്കെതിരെ പരാതി പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനേ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയധികം ഈ ഒരു വിഷയം പ്രമാദമാകുന്നു. പല ആളുകളും നേരിട്ട് അനുഭവിച്ചവർ അല്ലെങ്കിൽ കൂടി പല ആളുകളും പുറത്തു വന്നിട്ട് ഇയാൾക്കെതിരെ പരാതി പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ ഇതാരും മൊഴി നൽകിയിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയോ ചില ശരി, ശ്രീ ബി റജി, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിയമസഭാ